ഫ്രഷ് കട്ട് സമര നേതാവ് ബാബു കുടിക്കലിനെ കണ്ടെത്താനായി പരിശോധന ഊർജിതമാക്കി രഹസ്യാന്വേഷണ വിഭാഗം. പത്രിക നൽകാൻ സഹായിച്ച ലീഗ് നേതാവ് പി.വി. ഹാഫിസിനെ പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഹാസിഫ് റഹ്മാൻ മുഖ്യനെയാണെന്ന് ബാബു കുടിക്കൽ പത്രിക നൽകിയത് എന്ന വിവരത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്, ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ ബാബു കുടിക്കൽ അയാൾ എവിടെയാണ്? പറയൂ രമ്യ. രാഖി, ഈ ഒക്ടോബർ 21-നായിരുന്നു ഈ ഫ്രഷ് കട്ട് അക്രമം നടന്നത്. ഇതിനുശേഷം ഇയാൾ കാരണം ഇയാൾക്കെതിരെ എല്ലാം കേസുകളുണ്ടായിരുന്നു. അതായത് ഫ്രഷ് കട്ട് സമരത്തിൽ തുടർന്ന അക്രമം, അതുപോലെ തന്നെ ഗൂഢാലോചന അടക്കമുള്ള കേസുകളിലെല്ലാം പ്രതിയാണ് ഈ ബാബു കുടിക്കൽ. ഇതിനുശേഷം ഈ അക്രമത്തിന് ശേഷം ബാബു വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ നിലവിൽ ഈ വിഷയത്തിൽ മറ്റൊരു തലം വരുന്നത് ഈ ബാബു കുടിക്കലാണ്. കാരണം ഈ ഒരു വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ഈ ഫ്രഷ് കട്ട് സംഘർഷവും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളെല്ലാം. വളരെ കാലമായി അവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഈ ഫ്രഷ് കട്ടിനെ സമരം നയിക്കുന്നത് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഈ ബാബു കുടിക്കൽ അവിടെ UDF-ന്റെ പിന്തുണയോടുകൂടി തന്നെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വന്നത്. എന്നാൽ ഇയാൾ ഒളിവിൽ കഴിയുന്ന ബാബു എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അതുപോലെ തന്നെ ഈ ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ ഹാജരാകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ഇദ്ദേഹം ഹാജരായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിലനിന്നിരുന്നു. ഇദ്ദേഹം UDF ആയിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഉൾപ്പെടെ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഗസറ്റഡ് ഈ കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രിക ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ നിന്ന് സൈൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബാബു കുടിക്കൽ വിദേശത്തായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ലുക്കൗട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ വിമാനത്താവളങ്ങൾക്ക് വഴിയാവില്ല കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു സൂചന പോലീസിലുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലീഗ് നേതാവിനെ, ഇദ്ദേഹത്തെ സഹായിച്ച ലീഗ് നേതാവിനെ കണ്ടെത്താനായി രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന കർശനമാക്കി എന്നുള്ളതാണ് നമുക്ക് രമ്യ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.